അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 9ാമത്തെ യൂണിറ്റായ സ്പേസ് എ വേൾഡ് ഓഫ് വണ്ടേഴ്സ് ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്ന പാഠം നമുക്കിന്ന് പഠിക്കാം. 5ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. കൂട്ടുകാർ, ഈ ചിത്രം നോക്കൂ. പന്തിനുമേലിരിക്കുന്ന കുഞ്ഞനുറുമ്പിനെ കണ്ടല്ലോ. നിങ്ങൾ ഒരു പന്ത് കാണുന്നത് പോലെ ആയിരിക്കുമോ കുഞ്ഞനുറുമ്പ് ഈ പന്തിനെ കാണുന്നത്? പന്തിന്മേലിരിക്കുന്ന കുഞ്ഞനുറുമ്പ് പന്തിന്റെ രൂപം എങ്ങനെയായിരിക്കും കാണുന്നത്? Didn't you see the tiny ant sitting on the ball? Do you think the ant sees the ball the way you see it? How do you think the little ant sitting on the ball sees the shape of the ball? പന്തിന്റെ മുകളിലിരിക്കുന്ന കുഞ്ഞനുറുമ്പിന് ആദ്യ ചിത്രത്തിലേതുപോലെ പന്ത് കാണാൻ സാധിക്കില്ലല്ലോ. പന്ത് ചെറുതായതു കാരണം അവസാനത്തെ ചിത്രത്തിലേതുപോലെ പരന്നു കാണാനും വഴിയില്ല. The ant sitting on the ball cannot see the ball as in the first figure. Since the ball is small, the ant would not see it flat as in the last figure either. ഈ പന്ത് നിങ്ങളുടെ ക്ലാസ് മുറിയോളം വലുതായാൽ കുഞ്ഞനുറുമ്പ് പന്തിനെ കാണുക ഇതുപോലെ തന്നെയാകുമോ? ഈ പന്ത് നിങ്ങളുടെ ഗ്രാമത്തോളം വലുതായാലോ? ജില്ലയോളം? നമ്മുടെ ഇന്ത്യയോളം? ഈ ഭൂമിയോളം? പന്ത് വലുതാകും തോറും കുഞ്ഞനുറുമ്പിന് അത് കൂടുതൽ പരക്കുന്നതായി തോന്നുന്നു. Would the ant see the ball in the same way if the ball were as big as your classroom? What if this ball grows to the size of your village, to the size of your district, to the size of our India, to the size of the earth? As the ball grows in size, it appears to be flatter and flatter for the ant. ഭൂമി ഒരു വലിയ ഗോളമാണെന്ന് നമുക്കറിയാം. ഭൂമിയുടെ ഗോളാകൃതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ വലിയ ഗോളത്തിൽ ഇരിക്കുമ്പോൾ നമ്മളും കുഞ്ഞനുറുമ്പിനെ പോലെ ചെറുതല്ലേ? അതിനാൽ ഭൂമിയുടെ ഗോളാകൃതി നാം എങ്ങനെ കാണാനാണ് അല്ലേ? എങ്കിൽ ഭൂമിയുടെ ഗോളാകൃതി നേരിൽ കാണാൻ എന്താണ് മാർഗം? ഭൂമിയുടെ ഗോളാകൃതി നേരിൽ കാണാൻ ആദ്യമായി അവസരം ലഭിച്ചത് ആർക്കായിരിക്കും? ഭൂമിയിൽ നിന്ന് ഒരുപാട് ഉയരത്തിൽ പോയ വ്യക്തിക്കാവില്ലേ? യൂറി ഗഗാറിനാണ് ഈ വ്യക്തി. ബഹിരാകാശ യാത്ര നടത്തിയാണ് ഗഗാറിൻ ഈ കാഴ്ച ആദ്യമായി കണ്ടത്. We know that the earth is a large sphere. Have you seen the spherical shape of the earth? Aren't we too small like the ant when we are on this large sphere? Therefore, it is not possible for us to see the spherical shape of the earth. If so, what could be the way for us to see the actual spherical shape of the earth? Who might have got the first opportunity to see the spherical shape of the earth? Wouldn't it be the person who went very high above the earth? It was Yuri Gagarin. He saw this for the first time during his space travel. ഇനി നമുക്ക് ബഹിരാകാശം അഥവാ സ്പേസിനെ കുറിച്ച് പഠിക്കാം. ഭൂമിയിൽ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ നാം എന്തെല്ലാമാണ് കാണുന്നത്? പക്ഷികൾ, മേഘം, മഴവില്ല്, വിമാനം എന്നിവയെല്ലാം ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. ഭൂമിയോടൊപ്പം കറങ്ങുന്ന അന്തരീക്ഷവും ഭൂമിയുടെ ഭാഗം തന്നെയാണ്. മുകളിലേക്ക് ചെല്ലുന്തോറും വായുമണ്ഡലം നേർത്തു വരുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യ പ്രദേശമാണ് ബഹിരാകാശം. The space. What sights do we see when we look up from the earth? Birds, clouds, rainbow, aeroplane, etc. are there in the earth's atmosphere. The atmosphere which rotates along with the earth is also a part of the earth.
As we go further upwards, the atmosphere becomes thinner. The vast empty region beyond the Earth's atmosphere is the space. ബഹിരാകാശം ഭൂമിക്ക് ചുറ്റും. നമുക്ക് മുകളിൽ മാത്രമാണോ അന്തരീക്ഷവും അതിനപ്പുറം ബഹിരാകാശവും ഉള്ളത്? ഗ്ലോബ് പരിശോധിക്കൂ. ഭൂമിയിൽ ഇന്ത്യയുടെ എതിർഭാഗത്തല്ലേ അമേരിക്കയുടെ സ്ഥാനം? എങ്കിൽ അവരുടെ തലയ്ക്കു മുകളിലും അന്തരീക്ഷവും ബഹിരാകാശവുമില്ലേ? ചിത്രം നോക്കൂ. ഭൂമിക്ക് ചുറ്റും ബഹിരാകാശമുണ്ട്. ഭൂമി ബഹിരാകാശത്തിലെ അനേകം കോടി ഗോളങ്ങളിൽ ഒന്നു മാത്രമാണ്. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രനാണ്. ബഹിരാകാശ ഗോളങ്ങളിൽ എത്ര എണ്ണത്തിന്റെ പേര് നിങ്ങൾക്കറിയാം? സ്പേസ് around the earth. Do the atmosphere and the space beyond it exist only above us? Examine a globe. Isn't the position of America opposite to that of India on the earth? If so, aren't there atmosphere and space above the Americans too? Observe the picture. Space exists around the earth. The earth is just one among several crores of celestial bodies present in the space. The moon is a celestial body in space and is the closest to the earth. How many celestial bodies can you name? Write them down. സാമൂഹ്യശാസ്ത്രത്തിലെ പ്രപഞ്ചം എന്ന മഹാത്ഭുതം എന്ന പാഠത്തിൽ സൗരയൂഥത്തെക്കുറിച്ചും ആകാശഗോളങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിച്ചത് കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? കൂട്ടുകാർ ഈ ചിത്രം ശ്രദ്ധിക്കൂ. സൗരയൂഥത്തിന്റെ ഒരു വിദൂര ദൃശ്യമാണ് കൂട്ടുകാർ ഈ ചിത്രത്തിൽ കാണുന്നത്. എങ്കിൽ കൂട്ടുകാർ പറയൂ, സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? പ്ലാനറ്റ്സ് ഇൻ സോളാർ സിസ്റ്റം. അതെ, ബുധൻ അഥവാ മെർക്കുറി, ശുക്രൻ അഥവാ വീനസ്, ഭൂമി അഥവാ എർത്ത്, ചൊവ്വ അഥവാ മാർസ്, വ്യാഴം അഥവാ ജൂപ്പിറ്റർ, ശനി അഥവാ സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. നമ്മുടെ സൗരയൂഥത്തിലും അതിനപ്പുറവും ഒരുപാട് ആകാശഗോളങ്ങളുണ്ട്. ഇവയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് ബഹിരാകാശ യാത്രകൾക്ക് മനുഷ്യനെ പ്രേരിപ്പിച്ചത്. There are many celestial bodies in our solar system and beyond it. It was the curiosity to know more about them that inspired humans to undertake space travel. അപ്പോൾ ബഹിരാകാശത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ബഹിരാകാശം ശൂന്യമാണ്. വായു, കാറ്റ്, മേഘങ്ങൾ ഇവയില്ല. രാത്രിയിൽ ടോർച്ച് തെളിച്ചാലും പ്രകാശ ബീം കാണുകയില്ല. ആകാശം കറുത്തതാണ്. ഗുരുത്വാകർഷണ ശക്തിയില്ല. വസ്തുക്കൾക്ക് ഭാരമില്ല. പകൽ തീവ്രമായ ചൂട്, രാത്രിയിൽ തീവ്രമായ തണുപ്പ്. ഓസോൺ പാളിയില്ല. അൾട്രാ വയലറ്റ് കിരണങ്ങൾ നേരിട്ട് പതിക്കും. സ്പേസ്. സ്പേസ് ഈസ് എംപ്റ്റി. നോ എയർ, wind, clouds, rainbow. Even if the torch is lit at night, the light beam is not visible. The sky is black. No gravitational force. Objects have no weight. Extreme heat during the day and extreme cold at night. Due to the absence of the ozone layer, ultraviolet rays is exposed. കൂട്ടുകാരെ, കേരള പാഠാവലി മലയാളത്തിൽ അനന്തവിഹായസിലേക്ക് എന്ന പാഠത്തിൽ സീനിയർ ലഫ്റ്റനന്റ് ഗഗാറിൻ ബഹിരാകാശ വാഹനമായ വോസ്റ്റോക്കിൽ ആദ്യ യാത്രയ്ക്ക് തയ്യാറായതും അദ്ദേഹം പത്രങ്ങൾക്കും റേഡിയോവിനും വേണ്ടി പ്രസ്താവന ചെയ്തതുമൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? മനുഷ്യന്റെ ആദ്യ ബഹിരാകാശ യാത്ര 1961 ഏപ്രിൽ 12 സോവിയറ്റ് യൂണിയന്റെ വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകമാണ് ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ചത്.
മനുഷ്യനെ മാത്രമല്ല ശാസ്ത്ര പഠനങ്ങൾക്കായി ജീവികൾ, ഒട്ടേറെ ഉപകരണങ്ങൾ എന്നിവയും നാം ബഹിരാകാശത്ത് എത്തിക്കാറുണ്ട്. ദി ഫസ്റ്റ് ഹ്യൂമൻ സ്പേസ് ജേർണി വോസ്റ്റോക്ക് 1, the spacecraft of Soviet Union, took Yuri Gagarin, the first cosmonaut or astronaut, to space on 12th April 1961. We sent not only humans but also animals and many devices to space for scientific studies. യൂറി ഗഗാറിനെ കുറിച്ച് കൂട്ടുകാർക്ക് കുറേയേറെ കാര്യങ്ങൾ അറിയാം അല്ലേ? ഒരു സോവിയറ്റ് ബഹിരാകാശ സഞ്ചാരിയാണ് യൂറി അലക്സേവിച്ച് ഗഗാറിൻ. യൂറി ഗഗാറിനാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ മനുഷ്യൻ. ഭൂമിയെ ഭ്രമണം ചെയ്ത ആദ്യ മനുഷ്യനും ഇദ്ദേഹമാണ്. ഇദ്ദേഹം പ്രപഞ്ചത്തിന്റെ കൊളംബസ് എന്നറിയപ്പെടുന്നു. 1961 ഏപ്രിൽ 12 ബൈക്കനൂർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകത്തിൽ യൂറി ഗഗാറിൻ മനുഷ്യന്റെ ആദ്യത്തെ ബഹിരാകാശ യാത്രയ്ക്കായി പറന്നുയർന്നു. 108 മിനിറ്റു നേരം ബഹിരാകാശത്ത് ചെലവിട്ട ശേഷം തിരികെ കസാക്കിസ്ഥാനിലേക്ക് തിരിച്ചു വന്നിറങ്ങി. ഈ യാത്രയുടെ വാർഷിക ദിനമായ ഏപ്രിൽ 12 അന്താരാഷ്ട്ര ബഹിരാകാശ ദിനമായി അഥവാ ബഹിരാകാശ യാത്രാ ദിനമായി ആചരിക്കുന്നു. സോവിയറ്റ് ആസ്ട്രോനട്ട് യൂറി അലക്സേവിച്ച് ഗഗാറിൻ. Yuri Gagarin was the first man to travel into space. He was also the first man to orbit the Earth. He is known as the Columbus of the space. On April 12, 1961, Yuri Gagarin took off from the Baikonur launch pad on the Vostok 1 spacecraft for the first manned space flight. After spending 108 minutes in space, he returned to Kazakhstan. April 12, the anniversary of the voyage, is celebrated as International Space Day. യൂറി ഗഗാറിൻ സഞ്ചരിച്ച ബഹിരാകാശ വാഹനമായ വോസ്റ്റോക്ക് 1ന്റെ ചിത്രമാണ് കൂട്ടുകാർ ഇവിടെ കാണുന്നത്. കൂട്ടുകാർക്ക് വാലന്റീന തെരഷ്കോവയെ അറിയില്ലേ? ഒറ്റയ്ക്ക് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിതയാണവർ. 1937 മാർച്ച് 6 റഷ്യയിൽ ജനിച്ചു. സോവിയറ്റ് ബഹിരാകാശ സഞ്ചാരി, ബഹിരാകാശത്തെത്തിയ പ്രഥമ വനിത. വോസ്റ്റോക്ക് 6 1963 ജൂൺ 16 അവർ യാത്രയായത്. വാലന്റീന ടെരഷ്കോവ, the first and youngest woman to have flown in space with a solo mission. Born on 1937 March 6 in Russia, Soviet astronaut, the first woman in space. Flown in space on Vostok 6 on 1963 June 16. കൂട്ടുകാർക്ക് ഇവരെയൊക്കെ അറിയില്ലേ? ആരൊക്കെയാണിവർ? രാകേഷ് ശർമ്മ, കൽപ്പന ചൗള, സുനിത വില്യംസ്. എന്താണ് ഇവരുടെ പ്രത്യേകതകൾ? ഇവരെല്ലാം ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളാണ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണെന്ന് അറിയാമല്ലോ. അദ്ദേഹത്തിനു പുറമെ കൽപ്പന ചൗള, സുനിത വില്യംസ് എന്നീ ഇന്ത്യൻ വംശജരും ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. തൻ്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രക്കിടയിൽ കൊളംബിയ സ്പേസ് ഷട്ടിലിനുണ്ടായ അപകടത്തിൽപ്പെട്ട് കൽപ്പന ചൗള ദാരുണമായി മരണമടഞ്ഞു. ഇന്ത്യൻ ആസ്ട്രോനട്സ്. Don't you know that the first Indian who conducted space journey is Rakesh Sharma? Besides him, people of Indian origin like Kalpana Chawla and Sunita Williams have also gone to space. During her second space flight, Kalpana Chawla was tragically killed in an accident that occurred to the space shuttle Columbia. രാകേഷ് ശർമ്മ 1949 ജനുവരി 13 ജനിച്ചു. 1984 ഏപ്രിൽ 3 സോയൂസ് T-11 യാത്ര. ബഹിരാകാശത്തു സഞ്ചരിച്ച ഏക ഇന്ത്യൻ പൗരൻ.
അശോക ചക്ര അവാർഡ് ലഭിച്ചിട്ടുണ്ട്. രാകേഷ് ശർമ്മ, born on 13th January 1949, flew aboard Soyuz T-11 on 3rd April 1984, the only Indian citizen to travel in space. അശോക ചക്ര അവാർഡ് വിന്നർ. കൽപ്പന ചൗള 1961 ജൂലൈ 1 ഹരിയാനയിലെ കർണാലിൽ ജനിച്ചു. അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചു. ആദ്യ യാത്ര 1997 കൊളംബിയ സ്പേസ് ഷട്ടിൽ. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജ. 2003 കൊളംബിയ ബഹിരാകാശ വാഹന ദുരന്തത്തിൽ മരണമടഞ്ഞു. കൽപ്പന ചൗള, born on 1961 July 1st at Karnal in Haryana. She first flew on Space Shuttle Columbia in 1997, the first woman of Indian origin to go to space. Died on 2003 February 1st by an accident of Space Shuttle Columbia. ഇനി നമുക്ക് ബഹിരാകാശ യാത്രികരെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കിയാലോ? ഒരു ബഹിരാകാശ വാഹനത്തെ നിയന്ത്രിക്കാനോ നയിക്കാനോ വേണ്ടി ഒരു ബഹിരാകാശ പരിപാടിയിൽ പരിശീലിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ബഹിരാകാശ സഞ്ചാരി. അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയെ ആസ്ട്രോനട്ട് എന്നും റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയെ കോസ്മോനട്ട് എന്നും വിളിക്കുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ സഞ്ചാരികളെ വ്യോമനട്ട് എന്ന് വിളിക്കുന്നു. ആദ്യമായി ബഹിരാകാശത്തെത്തിയ മനുഷ്യൻ സോവിയറ്റ് റഷ്യയിലെ യൂറി ഗഗാറിൻ ആയിരുന്നു. 1961 ഏപ്രിൽ 12 വോസ്റ്റോക്ക് 1 എന്ന വാഹനത്തിൽ അദ്ദേഹം യാത്ര തിരിച്ചത്. 108 മിനിറ്റ് ഗഗാറിൻ ഭൂമിയെ വലം വെച്ചു. സോവിയറ്റ് യൂണിയനിലെ വാലന്റീന തെരഷ്കോവയാണ് ബഹിരാകാശത്തിലെത്തിയ ആദ്യ വനിത. അലൻ ഷെപ്പാർഡ് ആയിരുന്നു ആദ്യം ബഹിരാകാശത്തെത്തിയ അമേരിക്കക്കാരൻ. അദ്ദേഹമാണ് രണ്ടാമത് ബഹിരാകാശത്തെത്തിയ മനുഷ്യൻ. കോസ്മോനട്ട് ആയ അലക്സി ലിയനോവ് ആണ് ബഹിരാകാശത്ത് നടന്ന ആദ്യ മനുഷ്യൻ. പെഗ്ഗി വിറ്റ്സൺ ആണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നടന്ന വനിത. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജയാണ് കൽപ്പന ചൗള. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ തവണ നടന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ആണ്. An astronaut is a person who is trained in a space program to control, steer or cooperate with a spacecraft. The American space traveler is called an astronaut and the Russian space traveler is called a cosmonaut. The Indian space travelers are called Vyomonaut. The first man in space was Yuri Gagarin of Soviet Russia. For 108 minutes, Gagarin orbited the Earth. Valentina Tereshkova of the Soviet Union was the first woman to go to space. Alan Shepard was the first American to go into space and the second man to go into space. Alexei Leonov, a cosmonaut, was the first man to walk in space. Peggy Whitson holds the records for the oldest woman spacewalker and the record for total spacewalks by a woman. Kalpana Chawla is the first woman of Indian origin to go to space. Sunita Williams is the woman of Indian origin who formerly held the records for most spacewalks by a woman. അപ്പോൾ സ്പേസ് എ വേൾഡ് ഓഫ് വണ്ടേഴ്സ് അഥവാ ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്ന പാഠത്തിന്റെ ആദ്യ ഭാഗവും അതിലെ പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.